Very good morning to one and all and warm welcome to our 19th online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ TCS എന്ന് പറയുന്നത് അതായത് ടാക്സ് കളക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ രണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് റിലേറ്റഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ TCS എന്ന് പറയുന്നത് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. TCS എന്ന് പറയുമ്പോൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പെസിഫൈഡ് ഗുഡ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് ബേസിൽ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൽക്കഹോൾ പ്രൊഡക്ട്സ്, ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, അത് ടിമ്പർ, അതുപോലെ തന്നെ ടെൻഡു ലീവ്സ്, മിനറൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതൊക്കെയാണ് സ്പെസിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറിയിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ലീസ്, ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അത് ക്വാറിങ് ആയിരിക്കാം അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ, ടോൾ പ്ലാസ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻ രണ്ടാമത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്ഷൻ 206C സബ്സെക്ഷൻ 3 ആണ് ഇതിൽ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് കളക്റ്റഡ് ടു സെൻട്രൽ ഗവൺമെൻറ്. നമുക്കറിയാം ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ് അടയ്ക്കേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ്റിലാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. അതെങ്ങനെയാണ് അടയ്ക്കേണ്ടത്, എപ്പോഴാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 206C സബ്സെക്ഷൻ 3യിൽ ഡിസ്കസ് ചെയ്യുന്നത്. All the tax collected under section 206C shall be paid to the credit of central government as follows. എങ്ങനെയാണ് അത് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. Where tax is collected by an office of the government on the same day when tax is paid without an income tax challan and on or before 7 days from the end of the month in which collection is made, where tax is paid with an income tax challan. രണ്ട് കാറ്റഗറിയാണ് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ചലാനോടുകൂടി പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ചലാൻ ഇല്ലാതെ പേ ചെയ്യുന്നതോ. ഇൻകം ടാക്സ് ചലാൻ ഇല്ലാതെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണോ ടാക്സ് കളക്ട് ചെയ്തത് ആ സെയിം ഡേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അതേസമയം ഇൻകം ടാക്സ് ചലാനോട് കൂടിയിട്ടാണ് അത് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ മാസത്തെ മൊത്തം നെക്സ്റ്റ് മന്തിൽ 7 ഡേയ്സിനുള്ളിൽ നമുക്ക് അടച്ചാൽ മതി. ഓൺ ഓർ ബിഫോർ 7 ഡേയ്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത്, ആ മാസം അവസാനിച്ചിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിനുള്ളിൽ നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ ഇൻകം ടാക്സ് ചലാൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഇൻകം ടാക്സ് ചലാനോട് കൂടിയിട്ടാണോ ഇൻകം ടാക്സ് ചലാൻ ഇല്ലാതെയാണോ നമ്മൾ പേ ചെയ്യുന്നത് എന്നുള്ള ഒരു കാറ്റഗറൈസേഷനാണ് ഇവിടെ പറയുന്നത്. In any other case within 1 week from the last day of the month in which collection is made. 1 week എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 days ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കേസിലും ഒരാഴ്ച എന്ന് പറയുന്നത് 7 days നമുക്കൊരു മാസം അവസാനിച്ചതിന് ശേഷം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സെക്ഷൻ 206C സബ്സെക്ഷൻ 3 പറയുന്നത്. ഇനി ടൈം പീരീഡ് കിട്ടി, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് അടയ്ക്കേണ്ടത്, അതായത് മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. വെൻ ദ ഗവൺമെൻറ് മേക്സ് ദ പേയ്മെൻറ്റ് വിത്തൗട്ട് ദ യൂസ് ഓഫ് ചലാൻ, ഗവൺമെൻറ് ആണ് ചലാൻ ഇല്ലാതെ അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഫോം നമ്പർ 24G ഷാൽ ബി സബ്മിറ്റഡ് ടു ദ ഏജൻസി ഓതറൈസ്ഡ് ബൈ ദ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് ദാറ്റ് ഈസ് സിസ്റ്റംസ് ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സ് കളക്റ്റഡ്. ഗവൺമെൻറ് ആണ് ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത്, അത് ചലാനോട് കൂടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ആർക്കായിരിക്കണം? സെൻട്രൽ ഗവൺമെൻറ്റിനാണെങ്കിൽ ഫോം നമ്പർ 24G ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഏത് ഏജൻസിനെയാണോ ഓതറൈസ് ചെയ്തിട്ടുള്ളത് അവിടെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് ഇൻകം ടാക്സ് സിസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി പറയുന്നത് എവിടെയാണോ ആ ഏജൻസിയിൽ സെൻട്രൽ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് വെയർ ദ ടാക്സ് ഈസ് ടു ബി ഡെപ്പോസിറ്റഡ് അക്കമ്പനീഡ് ബൈ ഇൻകം ടാക്സ് ചലൻ. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ചലാനോട് കൂടിയിട്ടാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് ടാക്സ് കളക്ടഡ് ഷാൽ ബി ഡെപ്പോസിറ്റഡ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ബൈ റെമിറ്റിംഗ് ഇറ്റ് ഇൻ ടു എനി ബ്രാഞ്ച് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ എനി അതർ ഓതറൈസ്ഡ് ബാങ്ക്. എവിടെയൊക്കെ അടയ്ക്കാനായിട്ട് സാധിക്കും? റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ബാങ്കിൻ്റെ എനി ബ്രാഞ്ചിൽ ചലാനോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അവർക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് വെയർ ടാക്സ് ഈസ് ടു ബി റെമിറ്റഡ് ഇലക്ട്രോണിക്കലായിട്ടാണ്
ടാക്സ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് കളക്റ്റഡ് ഷാൽ ബി ഇലക്ട്രോണിക്കലി റെമിറ്റഡ് ഇൻ ടു RBI, SBI ഓർ എനി ഓതറൈസ്ഡ് ബാങ്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇലക്ട്രോണിക് ഇൻകം ടാക്സ് ചലാൻ. അപ്പോൾ ചലാൻ എങ്ങനെയുള്ളതായിരിക്കണം? ഇലക്ട്രോണിക്കലായിട്ടുള്ള ഇൻകം ടാക്സ് ചലാനായിരിക്കണം. അത് കയ്യിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം റിസർവ് ബാങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Electronic payment can be made by a company and a person other than a company to whom provisions of section 44AB are applicable. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സെക്ഷൻ 44AB എന്ന് പറയുന്നത് ഓഡിറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ കമ്പനി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ അതർ ദാൻ ഒരു പേഴ്സൺ അതർ ദാൻ എ കമ്പനി ആണെങ്കിലും സെക്ഷൻ 44AB എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആണെങ്കിൽ നിർബന്ധമായിട്ട് ഇലക്ട്രോണിക്കൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് നടത്തണമെന്നുള്ളതാണ് ആസ് പെർ സെക്ഷൻ 206C സബ്സെക്ഷൻ 3 പറയുന്നത്. ഇനി ഫയൽ ചെയ്യുന്നത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത്. Quarterly statement regarding tax collected shall be filed in form number 27EQ within the ഫോളോയിങ് ഡ്യൂ ഡേറ്റ്സ്. ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അക്കോർഡിംഗ് ടു ഫോം നമ്പർ 27EQ പ്രകാരമാണ് ഫയൽ ചെയ്യേണ്ടത്. അത് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫോർ ദ ക്വാർട്ടർ എൻഡിങ് 30th June 15th ജൂലൈയും 30th September 15th ഒക്ടോബറും 31st December 15th ജാനുവരിയും 31st March 15th മെയ് ഓഫ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇയർ. ഇത്രയാണ് നമ്മളുടെ ഡ്യൂ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ജൂൺ 30 ആണ് ക്വാർട്ടർ എൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 15 ഡേയ്സിനുള്ളിൽ, അതായത് ജൂലൈ 15 മുമ്പായിട്ടും 30th സെപ്റ്റംബർ ആണെങ്കിൽ 15th ഒക്ടോബറും 31st ഡിസംബർ ആണെങ്കിൽ 15th ജാനുവരി, മാർച്ച് ആകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള റിലാക്സേഷൻ കിട്ടുന്നത്. അത് മെയ് 15 മുമ്പായിട്ട് അത് ഡ്യൂ ഡേറ്റ് വരുന്നുള്ളൂ. ഇനി എന്താണ് പ്രൊസീജിയർ? നമ്മൾ ഈ ഫയൽ ചെയ്യുന്ന സമയത്ത് TCS കളക്ട് ചെയ്തിട്ട് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ TDSൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ TCSൻ്റെ പ്രൊസീജിയർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ TCSൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആ സൈറ്റ് വിസിറ്റ് ചെയ്യണം. സൈറ്റിൻ്റെ പേര് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോം നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുകയും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുകയും വേണം. അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കോട്ട് ഹിസ് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്. പാൻ നമ്പറും അതുപോലെ തന്നെ ടാൻ നമ്പറും എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നത് അതിലെല്ലാതും നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ പാൻ എന്ന് പറയുന്നതും ടാൻ എന്ന് പറയുന്നതും നോട്ട് ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധമായിട്ട് പറയുന്നത്. ഇനി കോട്ട് ഹിസ് പാൻ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് വെർ ദ ടാക്സ് ഇസ് കളക്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ആണ് ടാക്സ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പാനിന് എക്സെംഷൻ ഉണ്ട്. അല്ലാത്ത എല്ലാ കേസിലും പാനും ടാനും നിർബന്ധമായിട്ട് അത് കോട്ട് ചെയ്തിരിക്കണം. Furnish particulars of the tax paid including the book identification number or challan identification number. അതോടൊപ്പം തന്നെ ഫർണിഷ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ബുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ചലാൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നതും ഫർണിഷ് ചെയ്തിരിക്കണം. Furnish the particulars of amount received or credited on which tax was not collected in view of the furnishing of declaration in form number 27C under section 206IA by the buyer. ഇനി ബയ്യർ എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 27C എന്ന് പറയുന്ന ഫോമാണ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 206CIA പ്രകാരമാണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഫർണിഷ് ചെയ്യേണ്ടത്? ഫർണിഷ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും വിച്ച് ടാക്സ് വാസ് നോട്ട് കളക്റ്റഡ് അത് ആ സ്പെഷ്യൽ കേസിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ ഫോം നമ്പർ 27C പ്രകാരം ടാക്സ് കളക്ട് ചെയ്യാത്ത എല്ലാ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 206C സബ്സെക്ഷൻ 5 ആണ്. അത് നമ്മുടെ TCS റിലേറ്റഡ് തന്നെ ആയിട്ടുള്ളതാണ്. അത് ഇഷ്യൂ ഓഫ് ഡിഫറെൻറ്റ് സർട്ടിഫിക്കറ്റ്സ്, അതായത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 206C സബ്സെക്ഷൻ 5 പറയുന്നത്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കളക്ടിങ് ടാക്സ് ഷാൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് ടു ദ കളക്ടീ
In form number 27D, within 15 days from the due date of furnishing the statement of tax collected. ഇവിടെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പറയുന്നത്? ആരാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്? കളക്ടറാണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ആർക്കാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്? കളക്ടീക്കാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത്. അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ടാക്സ് കളക്ഷൻ ഓഫ് സോഴ്സ് എന്ന് പറയുന്ന TCS റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഫോം നമ്പർ 27D പ്രകാരം കൊടുക്കേണ്ടത്. അത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം? ഡ്യൂ ഡേറ്റിന് 15 ദിവസത്തിനുള്ളിലാണ് ഫോം നമ്പർ 27D എന്ന് പറയുന്നത് കളക്ടർ കളക്ടിക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ പറയേണ്ട ഡീറ്റെയിൽസ്, അതായത് ഫോം നമ്പർ 27Dയിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ടത്? വാലിഡ് പാൻ ഓഫ് ദ കളക്ടീ, വാലിഡ് ടാൻ ഓഫ് ദ കളക്ടർ, ബുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓർ ചലാൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, റെസീറ്റ് നമ്പർ ഓഫ് ദ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതായത് കളക്ടീയുടെ പാൻ നമ്പർ ഉണ്ടായിരിക്കണം, കളക്ടറുടെ ടാൻ നമ്പർ ആണ് വേണ്ടത്. അതുപോലെ തന്നെ ബുക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ചലാൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് TCSനോട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റെസീറ്റ് നമ്പറും കൂടി നോട്ട് ചെയ്ത് കൊണ്ടായിരിക്കണം ഫോം നമ്പർ 27D എന്ന് പറയുന്നത് കളക്ടീക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ TCS എന്ന് പറയുന്ന രണ്ടാമത്തെ TDS എന്ന് പറയുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. 3 ക്ലാസിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ആരും മറന്നിട്ടില്ലല്ലോ? TDS, TCS, അഡ്വാൻസ് ടാക്സ്. അതിൽ TDSഉം TCSഉം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തേർഡ് ടോപ്പിക് എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അഡ്വാൻസ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ അഡ്വാൻസ് ടാക്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ടാക്സ് ലൈബിലിറ്റിയുടെ അവസാനത്തെ സ്റ്റേജിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു കാറ്റഗറി എക്സീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നതിനെയാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. So advance payment of tax is another method of tax collection by the central government. അപ്പോൾ TDS, TCS പോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കളക്ഷൻ ഓഫ് ടാക്സിൻ്റെ ഒരു ശാഖ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കാറ്റഗറി തന്നെയാണ്. പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഈസ് ഇൻ അഡീഷൻ ടു ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. അപ്പോൾ TDSനും TCSനും പുറമേ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ഒരു സോഴ്സാണ് ഇത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ദ സ്കീം ഓഫ് പേയ്മെൻറ്റ് ടാക്സ് ഈസ് നോൺ ആസ് പേ ആസ് യു ഏൺ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഈ പേ എന്ന് പറയുന്നതും അതുപോലെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു ടേം തന്നെയാണ് പേ ആസ് യു ഏൺ. അത് നമ്മൾ മുമ്പ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി കണ്ടിട്ട് അഡ്വാൻസ് ടാക്സും അതുപോലെ തന്നെ TDS ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ടേം പഠിച്ചിട്ടുള്ളത്, പേ എന്ന് പറയുന്നത്. അതായത് പേ ആസ് യു ഏൺ. ഓക്കെ, ആസ് പെർ ദ സ്കീം ദ SSE ഈസ് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഏണിംഗ് ഇൻകം. നമ്മൾ ഇൻകം ഏൺ ചെയ്യുന്ന ആ അവസരത്തിൽ തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന സ്കീമിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ടാക്സ് ഈസ് പെയ്ഡ് സൈമിൾട്ടേനിയസ്ലി അലോങ് വിത്ത് ദ ഏണിംഗ് ഇൻകം. ഇൻകം ലഭിക്കുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ എന്തും കൂടി അടയ്ക്കുകയാണ്? ടാക്സ് അടയ്ക്കുകയാണ്. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. അത് നമ്മൾ അവസാനം ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലായിട്ട് ടാക്സ് അടയ്ക്കണ്ടു. പക്ഷേ ഇൻകം വരുന്നതിനനുസരിച്ച് കൊണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 207 ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 207 ലൈബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലൈബിൾ ആകുന്നത്, ലൈബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് ആകുന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 207 പറയുന്നത്. As per section 208 to 219, tax shall be payable in advance during the financial year in respect of the total income of the SSE, which would be chargeable to tax for the assessment year following that financial year.
ഡിസ്കസ് ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് 208 തുടങ്ങി 219 വരെയാണ്. 208 തുടങ്ങി 219 വരെയുള്ള റെഫറൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ദ ടാക്സ് ഷാൽ ബി പേയബിൾ ഇൻ അഡ്വാൻസ് ആയിട്ട് ടാക്സ് കൊടുക്കുന്നതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് 208 മുതൽ 219 വരെ. അത് അതാത് ഫിനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ ഇൻകം SSCയുടെ ടോട്ടൽ ഇൻകത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ചാർജബിലിറ്റീന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 208 മുതൽ 219 വരെ പറയുന്നത്. സച്ച് ടോട്ടൽ ഇൻകം ഈസ് റെഫേർഡ് ആസ് ദ കറൻറ്റ് ഇൻകം. അപ്പോൾ ആക്ച്വലായിട്ട് വരുന്ന ടോട്ടൽ ഇൻകത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്ന ബേസ് ഇൻകത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കറൻറ്റ് ഇൻകം ആയിട്ട് പറയുന്നത്. Generally, income earned during the financial year 2018-19 is charged to tax in the assessment year 2019-20. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നതിനെ നമുക്ക് അസസ്മെൻറ്റ് ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2018-19 ആണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഇയർ ഏതായിരിക്കും? 2019-20 ആയിരിക്കും. ഫിനാൻഷ്യൽ ഇയർ 2019-20 ആണെങ്കിൽ അസസ്മെൻറ്റ് ഇയർ 2020-21 ആയിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. But the SSC is required to pay tax in advance on the taxable income of the financial year 2018-19 during the year 2018-19 itself. പക്ഷേ നമ്മുടെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് അതാത് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക, അതല്ലാതെ അസസ്മെൻറ്റ് ഇയറിലായിരിക്കില്ല. അതായത് ഫിനാൻഷ്യൽ ഇയർ 2018-19 ആണെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് 18-19 തന്നെയായിരിക്കും. ഫിനാൻഷ്യൽ ഇയർ 2019-20 ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നത് 2019-20 തന്നെയായിരിക്കും. ഇതാണ് സെക്ഷൻ 207 നമ്മളുടെ ലൈബിലിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്ന ആ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. There is an important note: advance tax shall be payable only when the amount of such advance tax payable by the SSC during the year is 10,000 or more. അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷാൽ ബി പേയബിൾ ഓൺലി വെൻ ദ എമൗണ്ട് ഓഫ് സച്ച് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ദ SSC ഡ്യൂറിങ് ദ ഇയർ ഈസ് 10,000 ഓർ മോർ. 10,000 മേലെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ? അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. സച്ച് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ദ SSC ഡ്യൂറിങ് ദ ഇയർ ഈസ് 10,000 ഓർ മോർ. 10,000 മേലെ ടാക്സ് ലൈബിലിറ്റി ഉണ്ടെങ്കിലാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 207 സബ്സെക്ഷൻ 2 ആണ്. ദറ്റ് ഈസ് സീനിയർ സിറ്റിസൺ നോട്ട് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ്. നമ്മുടെ 207(2) എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. സീനിയർ സിറ്റിസൺ നോട്ട് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. ഇവിടെ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് നമുക്കറിയാം 60 വയസ്സിനേക്കാൾ മേലെയുള്ള സിറ്റിസനെയാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോട്ട് റിക്വയർഡ് ടു പേ അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് സെക്ഷൻ 207 സബ്സെക്ഷൻ 2 പ്രകാരം അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. The provisions of advance tax shall not apply to an individual resident in India who is of the age of 60 or more at any time during the previous year and does not have any income chargeable the head, profits and gains of business or profession. ഇവിടെ പറയുന്നത് ഏജ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 60 വയസ്സിനേക്കാൾ മേലെ വരികയോ അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാവ് എനി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയുന്നത് ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡസ് നോട്ട് ഹാവ് എനി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ്, ഈ ഹെഡിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലാണ് സെക്ഷൻ 207 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് ബാധകമാകാത്തത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ സീനിയർ സിറ്റിസൺ ആവുകയോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡസ് നോട്ട് ഹാവ് എനി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ്, ആ ഹെഡിൽ ഇൻകം ചാർജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെക്ഷൻ 207 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നതാണ്. നെക്സ്റ്റ് വൺ സെക്ഷൻ 209 സബ്സെക്ഷൻ I എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇതിലെ കാറ്റഗറി എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഈസ് മെയ്ഡ് ബൈ ദ SSC ഹിംസെൽഫ്. കാൽക്കുലേഷൻ SSC സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. കാൽക്കുലേഷൻ ഈസ് മെയ്ഡ് ബൈ ദ SSC ഹിംസെൽഫ്. ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഫോളോഡ് ഫോർ കമ്പ്യൂട്ടിംഗ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് ദ കറൻറ്റ് ഇൻകം ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ,
compute tax on such current income at the relevant rates, compute a surcharge if any, add health and education cess, allow relief if any, deduct any credit allowable if any under section 115JAA, that is MAT credit, deduct the tax deductible or collectible at source during the financial year from any income which has been taken into account in computing current income. The balance amount is the advance tax payable provided it is 10,000 or more. The amount is payable in installments. ഇത്രയും പ്രൊസീജിയറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ SSC സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം നോക്കേണ്ടത് കറൻറ്റ് ഇൻകം ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ എസ്റ്റിമേറ്റ് ചെയ്യണം. അത് ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ ആവണമെന്ന് നിർബന്ധമില്ല, എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാൽ മതി. രണ്ടാമത് ചെയ്യേണ്ടത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് വെച്ചുകൊണ്ട് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സർചാർജിന് അപ്ലിക്കബിൾ ആകുന്നുണ്ടെങ്കിൽ ആ സർചാർജും അതോടൊപ്പം തന്നെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നതും ചാർജ് ചെയ്യണം. അതിനുശേഷം എനി റിലീഫ് ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. അതോടൊപ്പം ഡിഡക്റ്റ് എനി ക്രെഡിറ്റ് അലൗബിൾ, ഏതെങ്കിലും സെക്ഷൻ 115JAA എന്ന് പറയുന്ന പ്രകാരം ഏതെങ്കിലും ഒരു ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ, ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ MAT ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. AMT എന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ വേറൊരു ഷോർട്ട് ഫോമാണ് MAT എന്ന് പറയുന്നത്, മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. നമ്മൾ AMT എന്നാണ് മുമ്പ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ്. മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്നതാണ്. എന്താണ് ഈ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ് എന്ന് പറയുന്നത്? ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടാക്സ് അക്കൗണ്ടബിലിറ്റി ആസ് പെർ ദ ഇൻകം കാൽക്കുലേഷൻ ആൻഡ് ബുക്ക് പ്രോഫിറ്റ്. അത് തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടാക്സ് കാൽക്കുലേഷനെയാണ് AMT അല്ലെങ്കിൽ MAT എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് മിനിമം ടാക്സ് ഓർ മിനിമം ഓൾട്ടർനേറ്റ് ടാക്സ്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഡിഡക്റ്റ് ഓഫ് ടാക്സ് ഡിഡക്റ്റബിൾ ഓർ കളക്റ്റബിൾ അറ്റ് സോഴ്സ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യലിൽ ഏതെങ്കിലും TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ ദ ബാലൻസ് എമൗണ്ട് ഈസ് ദ അഡ്വാൻസ് ടാക്സ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിലാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നതിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അവിടെയും ഒരു എക്സംഷൻ പറയുന്നുണ്ട്, ദ ബാലൻസ് എമൗണ്ട് ഈസ് ദ അഡ്വാൻസ് ടാക്സ് പേയബിൾ provided it is 10,000 or more. ആ ബാക്കി വരുന്ന എമൗണ്ട് 10,000 രൂപയിലേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് അവനവൻ്റെ ഇൻകം ആ SSC കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി കറൻറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നുണ്ട് ഇവിടെ. കറൻറ്റ് ഇൻകം മീൻസ് ഇൻകം ലൈക്ലി ടു ബി ഏൺഡ് ഡ്യൂറിങ് ദ കറൻറ്റ് പ്രീവിയസ് ഇയർ അണ്ടർ 5 ഹെഡ്സ് ഓഫ് ഇൻകം. ഏതൊക്കെയാണ് 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്? സാലറി, income from house property, income from business or profession, income from capital gain, other source of income. ഈ 5 കാറ്റഗറിയിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഇൻകം കൂടിയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകത്തിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? കറൻറ്റ് ഇൻകം ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, വിന്നിങ്സ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ് എക്സെട്ര. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ ഇൻക്ലൂഡിങ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും വരാം, ക്രോസ് വേർഡ് ക്യാപിറ്റൽ ഗെയിനും വരാം, അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? എല്ലാ സ്റ്റുഡൻസിനും അറിയാം എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യാണ്, അതിൻ്റെ ജനറൽ റേറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 20%, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിന് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിലൊക്കെ ആണെങ്കിൽ 30% സ്പെഷ്യൽ റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ടിനാണ് ജനറൽ റേറ്റ് എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. ഓക്കെ, agricultural income will also be included for rate purpose whichever as per the provisions of the Income Tax Act it is required to be included. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ അത് ആ സ്പെഷ്യൽ പ്രൊവിഷൻസിൻ്റെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ കറൻറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടതാണ്. Therefore, set of brought forward losses, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഫോർവേഡ് ഉണ്ടോ, ബ്രോഡ് ഫോർവേഡ് ഉണ്ടോ, ക്യാരി ഫോർവേഡ് ഉണ്ടോ, ഈ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രം സച്ച് ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U ആർ മെയ്ഡ്.
നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 80C തുടങ്ങിയിട്ട് 80U വരെ ഏതെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അഡ്വാൻസ് ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദിസ് കറൻറ്റ് ഇൻകം. അതിന് ശേഷമുള്ള ഇൻകത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അഡ്വാൻസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ 6th സെമ്മിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ള എല്ലാ ടാക്സ് കാൽക്കുലേഷനും നോക്കിയതിന് ശേഷം ഉള്ള എമൗണ്ടുമ്പോഴാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് 10,000 രൂപയിൽ മേലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ, അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുള്ളൂ. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ കറണ്ട് ഇൻകം എന്ന് പറയുന്നത് എനിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 210I, എവറി പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ അഡ്വാൻസ് ടാക്സ് ഷാൾ ഓഫ് ഹിസ് ഓൺ accord pay on or before the due date specified in section 211 the appropriate percentage of the advance tax on his current income. ഓരോരുത്തരുടെയും കറൻറ്റ് ഇൻകത്തിൻ്റെ ബേസിസിൽ സെക്ഷൻ 211 പ്രകാരമാണ് പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് വരുന്നത്. അത് ആരൊക്കെയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളത് സെക്ഷൻ 210 സബ്സെക്ഷൻ ഐയിൽ പറയുന്നുണ്ട്. എവറി പേഴ്സൺ ഹു ഈസ് ലൈബിൾ ടു പേ അഡ്വാൻസ് ടാക്സ്, ആരൊക്കെയാണ് നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ്റെ ബേസിസിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡ്യൂ ഡേറ്റ്സിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ എല്ലാ SSCസും അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടതാണ്. ഇനി ഇത് പറഞ്ഞത് ഫസ്റ്റ് കാൽക്കുലേഷനാണ്, അതായത് സെക്ഷൻ 209I പ്രകാരം കാൽക്കുലേഷൻ ഈസ് മെയ്ഡ് ബൈ ദ SSC ഹിംസെൽഫ് ആണെങ്കിലാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെക്ഷൻ 210 സബ്സെക്ഷൻ 3 ആൻഡ് 210 സബ്സെക്ഷൻ 4 ആണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇൻ പേഴ്സൺസ് ഓഫ് എൻ ഓർഡർ അമെൻഡഡ് ഓർഡർ ഓഫ് അസസിംഗ് ഓഫീസർ. ഒരു അസസിംഗ് ഓഫീസറുടെ പേഴ്സൺസ് ഓഫ് ഓർഡറോ അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രകാരമാണ് നമ്മൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രൊവിഷൻസ് എന്നുള്ളതാണ് സെക്ഷൻ 210 സബ്സെക്ഷൻ 3യും 210 സബ്സെക്ഷൻ 4ഉം പറയുന്നത്. അതെന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. Although it is mandatory for the SSC to calculate and pay advance tax, the assessing officer may pass an order under section 210 subsection 3 or amended order under section 210 subsection 4 and issue a notice of demand under section 156 requiring the SSC to pay advance tax. അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് ഓഫ് ഓർഡർ പ്രകാരം ഒരു അസസിംഗ് ഓഫീസർ നോട്ടീസ് അയക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ SSCs അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം. ഇവിടെ പറയുന്നത് ഒരു സെക്ഷൻ 210 സബ്സെക്ഷൻ 3 പ്രകാരം ഒരു ഓർഡർ ഇറക്കുകയോ അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് ഓർഡർ എന്ന് പറയുന്നത് സെക്ഷൻ 210 സബ്സെക്ഷൻ 4 പ്രകാരമോ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് സെക്ഷൻ 156 പ്രകാരം ഒരു അസസിംഗ് ഓഫീസർ ഒരു SSCക്ക് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഒരു SSC ആണെങ്കിൽ അഡ്വാൻസ് ടാക്സ് നിർബന്ധമായിട്ട് അടച്ചിരിക്കണം. The assessing officer can pass an order on the SSC when the following conditions are satisfied. എപ്പോഴാണ് ഒരു അസസിംഗ് ഓഫീസർ ഒരു SSCക്ക് ഈ മേൽ പറഞ്ഞ 210(3) പ്രകാരമോ 210(4) പ്രകാരമോ അല്ലെങ്കിൽ നോട്ടീസ് ഓഫ് ഡിമാൻഡോ അയക്കുന്നത്? ആ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, the SSC has been already assessed by way of regular assessment in respect of the total income of the previous year. SSC എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? ഹാസ് ബീൻ ഓൾറെഡി അസസ്ഡ് ബൈ വേ ഓഫ് റെഗുലർ അസസ്മെൻറ്റ്. റെഗുലർ അസസ്മെൻറ്റ് പ്രകാരം ആ SSC ടാക്സ് അടയ്ക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിലും അദ്ദേഹത്തിന് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ SSCസിനെ അയക്കാവുന്നതാണ്. സച്ച് നോട്ടീസ് ക്യാൻ ബി ഇഷ്യൂഡ് വെദർ ദ SSC ഹാസ് പെയ്ഡ് എനി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഓർ നോട്ട്. അഡ്വാൻസ് ടാക്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് SSCക്ക് അടയ്ക്കാവുന്നതാണ്. The assessing officer is of the option that such a person is reliable to pay advance tax. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്സ്
ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പരിധിയുടെ ഉള്ളിൽ വരികയാണ്, അസസിങ് ഓഫീസറിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് കൊണ്ട് അദ്ദേഹം ഒരു അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ഒരു SSC ആണെന്ന് തോന്നുകയാണെങ്കിലും നമുക്ക് ഇതിൽ അപ്ലിക്കബിൾ ആക്കാവുന്നതാണ്. സച്ച് ഓർഡർ ക്യാൻ ബി പാസ്ഡ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ ബട്ട് നോട്ട് ലേറ്റർ ദാൻ ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി അവസാനത്തിനേക്കാൾ മുമ്പായിട്ട് തന്നെ ടാക്സ് എന്ന് പറയുന്നത് അടയ്ക്കേണ്ടതുണ്ട്. അതായത് ഓർഡർ പാസ് ചെയ്യുന്നത് എപ്പോഴായിരിക്കണം? ഓർഡർ പാസ് ചെയ്യുന്നത് അത് ആ ഫിനാൻഷ്യൽ ഇയറിന് അവസാനത്തിന് മുമ്പായിട്ട്, അതായത് ഫെബ്രുവരിയിൽ ലാസ്റ്റ് ഡേക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ അത് അടയ്ക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സച്ച് ഓർഡർ മേ ബി മെയ്ഡ് ഇൻ റൈറ്റിംഗ്. ഓർഡർ എങ്ങനെ ചെയ്തിരിക്കണം? ഇൻ റൈറ്റിംഗിലുണ്ടായിരിക്കണം. ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഷുഡ് സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻ വിച്ച് സച്ച് അഡ്വാൻസ് ടാക്സ് ഇസ് ടു ബി പെയ്ഡ്. നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ എന്തൊക്കെ പറഞ്ഞിരിക്കണം? എത്ര രൂപ അടയ്ക്കണമെന്നും എന്നാണ് അത് അടയ്ക്കേണ്ടത്, എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം എന്നുള്ള കാര്യവും പറഞ്ഞിരിക്കണം. അപ്പോൾ അസസിങ് ഓഫീസർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇത്രയും കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് റെഗുലർ അസസ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു SSC ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നതോ അടയ്ക്കാത്തതോ ആയിട്ടുള്ള ഒരു SSC ആവാം. SSC ഓഫീസറുടെ ഒപ്പീനിയനിൽ അദ്ദേഹം ഒരു അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഓർഡർ അയക്കാവുന്നതാണ്. അത് അടയ്ക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ലാസ്റ്റിന് മുമ്പായിട്ട് തന്നെ അടയ്ക്കണം. ആ നോട്ടീസ് അയക്കുന്നത് എങ്ങനെ അയക്കണം? ഇൻ റൈറ്റിംഗിൽ വേണം അയക്കാനുള്ളത്. ആ നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സും ഇൻസ്റ്റാൾമെൻറ്റും കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻ റൈറ്റിംഗിൽ തന്നെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട്. പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് അഡ്വാൻസ് ടാക്സ്, the assessing officer shall take the current income of the assessee to the higher of the following. ഇനി അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ദ അസസിങ് ഓഫീസർ ഷാൽ ടേക്ക് ദ കറൻറ്റ് ഇൻകം ഓഫ് ദ SSC ടു ദ ഹയർ ഓഫ് ദ ഫോളോയിങ്. അസസിങ് ഓഫീസർ കറൻറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു SSCയുടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ദ SSC ഹാസ് ബീൻ അസസ്ഡ് ബൈ വേ ഓഫ് റെഗുലർ അസസ്മെൻറ്റ് ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ ഇൻകം ഫോർ ദ റേറ്റ് പർപ്പസ്. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയറിലെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു അസസിങ് ഓഫീസർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ SSCയുടെ റെഗുലർ അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ അഗ്രികൾച്ചറൽ ഇൻകം കൂടിയും കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷമാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഒരു അസസിങ് ഓഫീസർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ടോട്ടൽ ഇൻകം റിട്ടേൺഡ് ബൈ ദ SSC ഫോർ എനി പ്രീവിയസ് ഇയർ സബ്സിക്വൻറ്റ് ടു ദ പ്രീവിയസ് ഇയർ ഫോർ വിച്ച് റെഗുലർ അസസ്മെൻറ്റ് മെയ്ഡ് ഇൻക്ലൂഡിങ് അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡഡ് ഫോർ റേറ്റ് പർപ്പസസ്. ടോട്ടൽ ഇൻകം റിട്ടേൺ ചെയ്തിട്ടുള്ളത്, അതായത് റിട്ടേൺഡ് ബൈ ദ SSC റിട്ടേൺ ഫയൽ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഫോർ എനി പ്രീവിയസ് ഇയർ, മുമ്പുള്ള ഏതെങ്കിലും പ്രീവിയസ് ഇയർ, അതായത് ഇപ്പോഴത്തെ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ റെഗുലർ അസസ്മെൻറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ബേസിസിൽ, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം ഇൻക്ലൂഡഡ് അറ്റ് ദ റേറ്റ് പർപ്പസ്. അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്നത് മുമ്പ് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ഏത് റേറ്റ് ആണോ ചാർജ് ചെയ്തിട്ടുള്ളത് ആ റേറ്റിൻ്റെ ബേസിസിലാണ് വരുന്നത്. അപ്പോൾ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ടോട്ടൽ ഇൻകം ഫസ്റ്റ് പറഞ്ഞത് ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ആണ്, രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് റിട്ടേൺഡ് ബൈ ദ SSC ആണ്. ഈ രണ്ട് ഡിഫറൻസിൻ്റെ ബേസിസിലാണ് അസസിങ് ഓഫീസർ എന്ന് പറയുന്ന ഒരു അതോറിറ്റി കറൻറ്റ് ഇൻകം എന്ന് പറയുന്നത് ഒരു SSCയുടെ അഡ്വാൻസ് ടാക്സ് ബേസിസിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ദ ടാക്സ് ഓൺ എബവ് കറൻറ്റ് ഇൻകം അറ്റ് ദ റേറ്റ്സ് ഇൻ ഫോഴ്സ് വിൽ ബി കാൽക്കുലേറ്റഡ് ബൈ ദ അസസിങ് ഓഫീസർ. ഈ ഒരു കാൽക്കുലേഷൻ ബേസിസിലാണ് അസസിങ് ഓഫീസർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ TDS ആൻഡ് ടാക്സ് കളക്റ്റബിൾ അറ്റ് സോഴ്സ് ഷാൽ ബി റെഡ്യൂസ്ഡ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് സോ റെഡ്യൂസ്ഡ് ഷാൽ ബി ദ അഡ്വാൻസ് ടാക്സ് പേയബിൾ. അതോടൊപ്പം തന്നെ TDS എന്ന് പറയുന്നതും TCS എന്ന് പറയുന്നതും നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തത് പോലെ തന്നെ ഒരു അസസിങ് ഓഫീസറും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എന്തിനും ഷാൽ ബി റെഡ്യൂസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് സോ റെഡ്യൂസ് ഷാൽ ബി ദ അഡ്വാൻസ് ടാക്സ് പേയബിൾ. അഡ്വാൻസ് ടാക്സ് പേയബിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ TDSും TCSും നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് അതും കൂടിയും അസസിങ് ഓഫീസർ കൺസിഡർ ചെയ്യുന്നതാണ്.
ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 211 ആണ്. നമ്മൾ നേരത്തെ സെക്ഷൻ 211 എന്ന് പറയുന്നത് ഫോളോ ചെയ്യണമെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പേയ്മെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് ഡിസ്കസ് ചെയ്തപ്പോഴാണ് നമ്മൾ സെക്ഷൻ 211 എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് പെർസെൻറ്റേജ് അഡ്വാൻസ് ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം, ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെക്ഷൻ 211 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡ്യൂ ഡേറ്റ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ഓൾ എസ്എസ്സിസ് അതർ ദാൻ കവേർഡ് അണ്ടർ സെക്ഷൻ 44AD. സെക്ഷൻ 44ADയിൽ അല്ലാത്ത എസ്എസ്സിസിന് വരുന്ന ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 211 പറയുന്നത്. വാട്ട് ഈസ് ദ ഡ്യൂ ഡേറ്റ്സ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ഓൾ എസ്എസ്സിസ്? 44ADയിൽ വരാത്ത എല്ലാ എസ്എസ്സിസിൻ്റെയും ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടേബിളായിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓൺ ഓർ ബിഫോർ 15th June ആണെങ്കിൽ എമൗണ്ട് പേയബിൾ നോട്ട് ലെസ് ദാൻ 15% ഓഫ് അഡ്വാൻസ് ടാക്സ് ആണ്. 15th September ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 45% ഓഫ് ദ അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് ഇൻ എയർലിയർ ഇൻസ്റ്റാൾമെൻറ്റ്. മുമ്പ് അടച്ചിട്ടുള്ള ഇൻസ്റ്റാൾമെൻറ്റിലുള്ള തുകയിനേക്കാൾ കുറച്ചിട്ട് 45% ആണ് നോക്കേണ്ടത്. ഓൺ ഓർ ബിഫോർ 15th December ആണെങ്കിൽ നോട്ട് ലെസ് ദാൻ 75% ഓഫ് ദ അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് എയർലിയർ. ഓൺ ഓർ ബിഫോർ 15th March ആണെങ്കിൽ 100% ഓഫ് അഡ്വാൻസ് ടാക്സ് ലെസ് എമൗണ്ട് പെയ്ഡ് എയർലിയർ. ഇത് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തെറ്റുണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുകയാണ്. അഡ്വാൻസ് ടാക്സ് വരുമ്പോൾ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നതും അതിൻ്റെ എമൗണ്ട് പേയബിൾ ഡേറ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നതും ഈ ടേബിളിലുള്ളതാണ് ശരി. മുമ്പ് നമ്മളുടെ പേജിൽ വന്നിട്ടുള്ളതിൽ തെറ്റുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ശരിയായിട്ട് തന്നെ പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഓൺ ഓർ ബിഫോർ 15th June ആണെങ്കിൽ 15% ഓഫ് അഡ്വാൻസ് ടാക്സും ഓൺ ഓർ ബിഫോർ 15th September ആണെങ്കിൽ മുമ്പ് കഴിച്ചിട്ടുള്ള തുക കഴിഞ്ഞതിന് ശേഷം നോട്ട് ലെസ് ദാൻ 45% ആണ്. ഓൺ ഓർ ബിഫോർ 15th December ആണെങ്കിൽ മുമ്പ് അടച്ചിട്ടുള്ള 2 ഇൻസ്റ്റാൾമെൻറ്റിലും വന്നിട്ടുള്ള തുക കുറച്ചതിന് ശേഷമുള്ള 75% ആണ് എടുക്കുന്നത്. ലാസ്റ്റ് വരുന്നത് ഓൺ ഓർ ബിഫോർ 15th March ആണെങ്കിൽ 100% ഓഫ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 211 എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 211 I സബ്സെക്ഷൻ B ആണ്. ഇവിടെ പറയുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് അഡ്വാൻസ് ടാക്സ് പേയബിൾ ബൈ ദ എസ്എസ്സി കവേർഡ് അണ്ടർ സെക്ഷൻ 44AD ഓർ 44ADA. അപ്പം നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിൽ വരുന്നത് സെക്ഷൻ 44AD കവർ ചെയ്യാത്ത എസ്എസ്സിസിൻ്റെ കേസാണ്. ഇവിടെ പറയുന്നത് സെക്ഷൻ 44ADയും അല്ലെങ്കിൽ 44ADയിൽ കവർ ചെയ്യുന്ന എസ്എസ്സിസ് ഉണ്ടെങ്കിൽ അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 211 IB എന്ന് പറയുന്നതിൽ ഡിസ്കസ് ചെയ്യുന്നത്. An eligible SSC covered under 44AD or 44ADA, as the case may be, shall pay the advance tax to the extent of the all amount of such advance tax during each financial year on or before 15th March. മാർച്ച് 15 മുമ്പായിട്ട് സെക്ഷൻ 44ADയോ അല്ലെങ്കിൽ സെക്ഷൻ 44ADAയിൽ വരുന്ന ഒരു SSC ആണെങ്കിൽ അഡ്വാൻസ് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഡ്യൂ ഡേറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അഡ്വാൻസ് ടാക്സ് ഡ്യൂറിങ് ഈച്ച് ഫിനാൻഷ്യൽ ഇയർ ഓൺ ഓർ ബിഫോർ 15th March. Okay. Although the last date is 15th March, if the amount is paid on or before 31st March, shall also be treated as advance tax paid for that financial year. പക്ഷേ 15th March ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിലും കൺസിഡറേഷൻ ഉണ്ട്. 31st March വരെ നമുക്ക് അടച്ചിട്ടുണ്ടെങ്കിലും അതെന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും? അഡ്വാൻസ് ടാക്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. However, the SSC will be liable to pay interest on the late payment. പക്ഷേ 15 മുമ്പായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തടയ്ക്കേണ്ടതായിട്ട് വരില്ല? ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. പക്ഷേ 31st March മുമ്പായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ടാക്സ് ആയിട്ട് കണക്കാക്കുകയും എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലേറ്റ് പേയ്മെൻറ്റിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെക്ഷൻ 211 IBയിലുള്ളത് മനസ്സിലായില്ലേ? സെക്ഷൻ 44ADയോ അല്ലെങ്കിൽ സെക്ഷൻ 44ADAയിൽ വരുന്ന SSCസിൻ്റെ പ്രൊവിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അവർ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15th ആണ്. പക്ഷേ മാർച്ച് 31st വരെ അടയ്ക്കാം. പക്ഷേ എന്താ അടയ്ക്കണം? ലേറ്റ് പേയ്മെൻറ്റിനുള്ള ഇൻട്രസ്റ്റും കൂടിയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ.
നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 218 ആണ്. സെക്ഷൻ 218 പറയുന്നത് SSC ഡീം ടു ബി ഇൻ ഡീഫോൾട്ട്. ആരെയാണ് SSC ഡീം ടു ബി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്? നമ്മൾ S5 പഠിച്ചിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിലും ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഇഫ് എനി SSC ഡസ് നോട്ട് പേ എനി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ദ അഡ്വാൻസ് ടാക്സ് ഓൺ ദ ഡ്യൂ ഡേറ്റ്, he shall be deemed to be an SSC in default and shall be liable to interest and penalty under section 220 and section 221. അപ്പോൾ ഇവിടെ സെക്ഷൻ 218 പറയുന്ന ഒരു കാര്യം എന്താണ്? SSC എന്ന് പറയുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അഡ്വാൻസ് ടാക്സ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഡ്യൂ ഡേറ്റിന് തന്നെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഡീം ടു ബി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് അടയ്ക്കാനായിട്ട് ലൈബിൾ ആയിരിക്കും? ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പെനാൽറ്റി അക്കോർഡിംഗ് ടു സെക്ഷൻ 220, 221 പ്രകാരമുള്ള പെനാൽറ്റിയോ പലിശയോ അടയ്ക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഈ സെക്ഷൻ 218 പറയുന്നത്. അപ്പോൾ ഞാൻ സമ്മറൈസ് ചെയ്ത് പറയാം. 280 എന്ന് പറയുന്നത് SSC ഡീം ടു ബി ഇൻ ഡീഫോൾട്ടാണ്. ആരെയാണ് അങ്ങനെ പറയുന്നത്? ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അഡ്വാൻസ് ടാക്സിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാത്ത SSCസിനെയാണ് SSC ഡീം ടു ബി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന കാറ്റഗറിയിൽ വരുന്നവർ പെനാൽറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അക്കോർഡിംഗ് ടു സെക്ഷൻ 220, 221 പ്രകാരമുള്ളത് അടയ്ക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 234 സബ്സെക്ഷൻ CE ആണ്. അത് നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്? ഇൻട്രസ്റ്റ് പേയബിൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 234C. An SSC other than SSC in respect of the eligible business under section 44 AD is liable to pay interest as follows. നേരത്തെ പറഞ്ഞ സെക്ഷൻ 44 AD വരാത്ത SSCs ആണെങ്കിലാണ് സെക്ഷൻ 234 സബ്സെക്ഷൻ C പ്രകാരമുള്ള ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടതായിട്ട് വരാം. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതർ ദാൻ ദ SSC ഇൻ റെസ്പെക്ട് ഓഫ് ദ എലിജിബിൾ ബിസിനസ് അണ്ടർ സെക്ഷൻ 44 AD. സെക്ഷൻ 44 AD വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു SSC അല്ലാത്തവരാണ് ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ടേബിളായിട്ട് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ 4 ടേബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റീസൺസും, സെക്കൻഡ് വൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, തേർഡ് വൺ പീരീഡ്, ലാസ്റ്റ് വൺ എമൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, where advance tax paid on or before 15th June is less than 12% of tax due. 15th June എന്ന് പറയുമ്പോൾ അപ് ടു 15th June ആണ്. വെയർ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഓൺ ഓർ ബിഫോർ, മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15th June വരെയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് ദാൻ 12% ഓഫ് ദ ടാക്സ് ഡ്യൂ. ടാക്സ് ഡ്യൂവിൻ്റെ 12%-നേക്കാൾ താഴെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% ആണ് നമ്മൾ പെർ മന്ത് അറ്റ് ദ റേറ്റ് ഓഫ് 1% പെർ മന്ത് ആണ് അടയ്ക്കേണ്ടത്. അത് പീരീഡ് എന്ന് പറയുന്നത് 3 മാസത്തേക്കാണ്. എമൗണ്ട് എന്ന് പറയുന്നത് 15% ഓഫ് ടാക്സ് ഡ്യൂ മൈനസ് അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അപ് ടു 15th June. അതായത് 15% നമ്മൾ ടാക്സ് ഡ്യൂവിൻ്റെ നോക്കിയിട്ട് അതിൽ നിന്ന് 15th June വരെ ഏതെങ്കിലും അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുകയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വെയർ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഓൺ ഓർ ബിഫോർ 15th September ഈസ് ലെസ് ദാൻ 36% ഓഫ് ടാക്സ് ഡ്യൂ. അതായത് അപ് ടു 15th September, 15 സെപ്റ്റംബർ വരെ 36%-നേക്കാൾ താഴെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1% പെർ മന്ത് ആണ്. പീരീഡ് 3 മാസത്തേക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 45% ഓഫ് ടാക്സ് ഡ്യൂ മൈനസ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അപ് ടു 15th September. 15th September വരെ അഡ്വാൻസ് ടാക്സ് എത്ര അടച്ചിട്ടുണ്ട് അത് കുറച്ചതിന് ശേഷമുള്ള 45% ആണ് ഇവിടെ എമൗണ്ട് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് വെയർ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഓൺ ഓർ ബിഫോർ 15th December ഈസ് ലെസ് ദാൻ 75% ഓഫ് ദ ടാക്സ് ഡ്യൂ. 15 ഡിസംബറിന് മുമ്പായിട്ട് അപ് ടു 15th December വരെ 75% ഓഫ് ദ അടച്ചിട്ടില്ലെങ്കിൽ, അതായത് ബിലോ 75% ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% പെർ മന്ത് ആണ് വരുന്നത്. അങ്ങനെ 3 മാസത്തേക്ക് അടയ്ക്കണം. എത്രയാണ് എമൗണ്ട് അടയ്ക്കേണ്ടത്? 75% ഓഫ് ദ ടാക്സ് ഡ്യൂ മൈനസ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അപ് ടു 15th December. 15th December വരെ എത്ര അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ട് അത് കുറച്ചിട്ടുള്ള തുകയിൻ്റെ 75% ആണ് ഇവിടെ എമൗണ്ട് അടയ്ക്കേണ്ടത്.
ഇനി ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് വെയർ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് ഓൺ ഓർ ബിഫോർ 15th March ഈസ് ലെസ് ദാൻ 100% ഓഫ് ദ ടാക്സ് ഡ്യൂ. 15ാം തീയതി മാർച്ച് ആകുമ്പോഴത്തേക്കും അഡ്വാൻസ് ടാക്സ് മുഴുവനായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത് 1% പെർ മന്ത് ആണ്. അങ്ങനെ എത്ര മാസത്തേക്ക് അടയ്ക്കണം? 1 മന്ത് അടച്ചാൽ മതി. പക്ഷേ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 100% ഓഫ് ടാക്സ് ഡ്യൂ മൈനസ് ടോട്ടൽ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് അപ് ടു 15th March. 15th March വരെ എത്ര എമൗണ്ട് അടച്ചിട്ടുണ്ട് അത് മൈനസ് ചെയ്തിട്ടുള്ള തുകയുമേ 100% ആണ് ടാക്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 234C എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ സ്ലാബ് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അതാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ റീസൺ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പീരീഡ് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. 15th June വരെ നമ്മൾ ടാക്സ് അടച്ചിട്ടുള്ളത്, അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുള്ളത് 12% താഴെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% പെർ മന്ത് ആണ് വരുന്നത്. 3 മാസമാണ് പീരീഡ് നമ്മൾ അടയ്ക്കേണ്ടത്. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് 15th June വരെ എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക കുറച്ചതിന് ശേഷമുള്ള 15% കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 15th September വരെ 36% താഴെയാണ് അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1% പെർ മന്തും. അങ്ങനെ പീരീഡ് എത്ര മാസത്തേക്കുണ്ട്? 3 മാസത്തേക്കുണ്ട്. 15th September വരെ ഏതെങ്കിലും അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ തുക കുറച്ചിട്ട് 45% എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് 75% ഓഫ് ടാക്സിനേക്കാൾ താഴെയാണെങ്കിൽ അത് എന്ന് വരെ 15th December വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് 1% പെർ മന്ത് ആണ്. പീരീഡ് 3 മാസത്തേക്കാണ് നോക്കേണ്ടത്. 15th December വരെ അഡ്വാൻസ് ടാക്സ് എത്ര കൊടുത്തിട്ടുണ്ട് അത് കുറച്ചതിന് ശേഷം 75% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 15th March മുമ്പായിട്ട് നമ്മൾ എത്ര ടാക്സ് അടച്ചിട്ടുണ്ട് അതിൻ്റെ 100% ആണ് ടാക്സ് ഡ്യൂ വരുന്നത്. അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1% പെർ മന്ത് ആണ്. പക്ഷേ പീരീഡ് എത്രയാണ്? 1 മാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 3 കേസിൽ പീരീഡ് എന്ന് പറയുന്നത് 3 മാസമുണ്ട്. ലാസ്റ്റ് മാർച്ചിൻ്റെ കേസിൽ മാത്രം പീരീഡ് എന്ന് പറയുന്നത് 1 മാസമേ ഉള്ളൂ. അവിടെ ടാക്സ് ഡ്യൂ എന്ന് പറയുന്നത് 15th March വരെ എത്ര അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ട് ആ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം എത്ര രൂപയാണ് വരുന്നത് അതിൻ്റെ 100% ആണ് നമ്മളിവിടെ ടാക്സ് ആയിട്ട് എടുക്കുന്നത്. So, NSSC in respect of eligible SSC as per section 44AD has failed to pay advance tax on or before 15th March which is less than the tax due, then the SSC shall be liable to pay simple interest at the rate of 1% on the amount of the shortfall from the tax due on the returned income. ഇപ്പോൾ സെക്ഷൻ 44AD വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെങ്കിൽ, നേരത്തെ നമ്മൾ അതർ ദാൻ 44AD ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ NSSC ഇൻ റെസ്പെക്ട് ഓഫ് ദ എലിജിബിൾ ബിസിനസ് ആണ്. സെക്ഷൻ 44AD വരുന്ന ഒരാളാണ്. അദ്ദേഹം അഡ്വാൻസ് ടാക്സ് അടയ്ക്കാനായിട്ട് ഫെയിലായിട്ടുണ്ടെങ്കിൽ 15th March ആണ് അവിടെ കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത്. അത് ടാക്സ് ഡ്യൂവിൻ്റെ എമൗണ്ടിനേക്കാൾ താഴെയാണെങ്കിൽ അവിടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടത് അറ്റ് ദ റേറ്റ് ഓഫ് 1% ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻകം എത്ര ഡ്യൂ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 1% പെർ മന്ത് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ തന്നെ സെക്ഷൻ 44AD വരുന്ന എല്ലാ SSCസും അടയ്ക്കണം എന്നുള്ളതാണ് സെക്ഷൻ 234C പ്രകാരം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് പേയബിൾ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്ന് പറയുന്നതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. 3 കേസുകളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ഷൻ ബേസ് ചെയ്തിട്ട് TDS, TCS, അഡ്വാൻസ് ടാക്സ് ഇതേ സെഷനോട് കൂടി അവസാനിച്ചിട്ടുണ്ട്. ഇനി അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഷനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് എക്സാമിന് വരാറുണ്ട്. അത് നമുക്ക് ഈ തിയറി നിങ്ങളെല്ലാവരും പഠിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് റിവൈസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തയ്യാറായിട്ട് എല്ലാവരും കാൽക്കുലേറ്ററൊക്കെ എടുത്തിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ടിരിക്കാൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഓൾമോസ്റ്റ് നമുക്ക് ഈ എല്ലാ പറഞ്ഞതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. Okay, അപ്പോൾ if there is any doubts, please clarify at the time of your interaction. Thank you very much. Have a nice day.